നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ്. 3 ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒരു വർഷത്തിനിടയിൽ എത്തിയത് 66 ലക്ഷം രൂപയാണ്. 3 പേരുടെയും 2024 ജൂലൈ 66 ലക്ഷം. അപ്പോൾ നഷ്ടപ്പെട്ട 69 ലക്ഷം രൂപ പറഞ്ഞു ഓൺലൈനായിട്ട്. എന്തായാലും ഇത്രയും വലിയ കാശി മോഷ്ടിച്ച് കൊണ്ടുപോയ ദുഷ്ടത്തികൾ, 3 കള്ളത്തികളല്ലേ. എന്നാണ് ഒരു വർഷം അല്ലേ, ഒരു വർഷം മുതലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് വിശദമായി പരിശോധിച്ചു. അതായത് അപ്പോൾ ഒരു വർഷമായിട്ട് ഇവർ ശ്രദ്ധിക്കണില്ല അല്ലേ, ദിയ കൃഷ്ണയും വീട്ടുകാരും ബിസിനസ്. കൃഷ്ണകുമാറിനെതിരായ പരാതിയിൽ മൊഴി രേഖപ്പെടുത്താൻ സ്റ്റേഷനിൽ എത്താൻ ആവശ്യപ്പെട്ടിട്ടും 2 വനിതാ ജീവനക്കാർ അന്വേഷണത്തോട് സഹകരിച്ചിട്ടില്ല. കുറ്റസമ്മതം. അപ്പോൾ അതിൽ ഒരുത്തി മാത്രമാണ് സഹകരിക്കണുള്ളൂ അന്വേഷണമായിട്ട്, ബാക്കി 2 ഒളിവിലാണോ, അത് 3 ഒളിവിലാണെന്നപ്പോൾ വാർത്ത വരും. ഇത് ഏത് വാർത്ത വിശ്വസിക്കുക? വേറൊരു വാർത്ത ഉണ്ടായിരുന്നു 66 ലക്ഷം അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് ഒരു വർഷം കൊണ്ടെന്ന്. വേറൊരു വാർത്ത ഉണ്ടായിരുന്നു, അതാണ് ഇതിൽ ഈ വാർത്ത. വേറൊരു വാർത്തയിലുണ്ടായിരുന്നത് വേറൊരു ചാനലിന് 63 ലക്ഷം എന്ന്. ഒന്നിൽ 63 ലക്ഷം, ഒന്ന് 66 ലക്ഷം. നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇവർ മറ്റെവിടേക്കോ മാറിയിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലാണ് പോലീസ്. ഡാൻ കുര്യൻ അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. എന്തായാലും ഈ കേസിൽ വളരെ നിർണായകമായ വഴിത്തിരിവിലേക്കാണ് അന്വേഷണം ചെന്ന് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ 3 ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 66 ലക്ഷം രൂപ എത്തിയിട്ടുണ്ട് എന്നതിന്റെ ബാങ്ക് അക്കൗണ്ട്. ഇവിടെ വന്നിട്ടുള്ള ഒരു കമൻ്റാണ് കേട്ടോ. പ്രതികൾക്ക് ഒളിവിൽ പോകാനുള്ള സമയം കൊടുത്തു പോലീസ്, അതേസമയം വാദികൾക്ക് FIR ഇട്ടു കേരള പോലീസ്. രേഖകൾ പോലീസ് ശേഖരിച്ചിരിക്കുകയാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, വളരെ പ്രധാനപ്പെട്ട ആദ്യം മാപ്രകൾ BJP നേതാവ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. വേറെ കമൻ്റാണ്. ആദ്യം മാപ്രകൾ BJP നേതാവ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്, ഇപ്പോൾ ന്യായം കൃഷ്ണകുമാറിൻ്റെ അടുത്തായതുകൊണ്ട് നടൻ എന്ന് മാത്രമാക്കി. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഈ അന്വേഷണം ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു? ഇവരുടെ അറസ്റ്റ് നടപടിയിലേക്ക് അടക്കം കടക്കാൻ ഇതിൻ്റെ താഴെ വേറൊന്ന്, ഈ 3 പെൺകുട്ടികളിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ പെൺകുട്ടികളിൽ 2 പേർ ബാഹ്യ സമ്മർദ്ദത്തിലും കിട്ടിയ ലക്ഷ്യങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ള മനസ്സില്ലായ്മയിലും ആണ് ദിയക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഇവർക്ക് പിടിച്ചു നിൽക്കാനാവില്ല, ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞിട്ട് കരയുന്ന പോലുള്ള 3. അതിന് മറുപടി, പ്രഗ്നൻ്റ് ആയ ഒരു പെൺകുട്ടിയെയും അതിൻ്റെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെയും കൂടി ഓർക്കുക. മനസാക്ഷിയില്ലാത്ത കള്ളികൾ ആ കുട്ടിയെ എത്രമാത്രം സമ്മർദ്ദത്തിലാക്കി. മനസാക്ഷിക്ക് ഇന്നത്തെ കാലത്ത് മിക്കവരും വില കൽപ്പിക്കുന്നില്ല സഖാവേ, പണമാണ് മുഖ്യം. അതിൻ്റെ താഴെ വീണ്ടും, ക്യാഷ് തിരിച്ചു കൊടുക്കാൻ മനസ്സില്ല അവൾമാർക്ക്. എനിക്കും ഡൗട്ടുണ്ട് ഇതിൽ ഒരെണ്ണം തീരാൻ ചാൻസ് ഉണ്ട്, ഗിൽട്ട് കയറിയിട്ട്. മറ്റേ 2 ക്യാഷ് കയ്യിലുള്ളത് വെച്ച് കേസ് ഫേസ് ചെയ്യാൻ നിൽക്കുകയാണ്. വിടരുത് ഒരെണ്ണത്തിനെ. നനഞ്ഞിടം കുഴിക്കുക എന്നൊരു ചൊല്ലുണ്ട്. 3 ലോക ഫ്രോഡുകൾ കുഴിച്ചു പാതാളം വരെ കുഴിച്ചു. എത്ര കിട്ടിയാലും മതിയാവാത്ത കൂട്ടത്തിൽപ്പെട്ടവരായതുകൊണ്ട് ഉടായ്പകളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിർണായകമായ ഉതകുന്ന തരത്തിലുള്ള തെളിവുകളാണോ ഈ ലഭ്യമായിട്ടുള്ളത്? പോലീസ് എന്ന് പറയുന്നു. നിലവിൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഈ 3 ആരോപണ വിധേയരായ 3 വനിതാ ജീവനക്കാർ വലിയതുറ സ്വദേശികളാണ്. അവർ 3 പേരും വേറെ കമൻ്റാണ്. ഇത് തന്നെയല്ലേ തുടക്കം മുതൽ സോഷ്യൽ മീഡിയയിൽ ജനം ആവർത്തിച്ച് പറഞ്ഞത്? മാപ്രകൾക്കായിരുന്നല്ലോ കൃഷ്ണകുമാറിനെ കുറ്റക്കാരനാക്കാൻ ധൃതി. സപ്പോർട്ട് കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി. കള്ളികളെ കണ്ടുപിടിക്കാൻ എന്താണ് ഒരു വഴി? അതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നത് ഈ സമൂഹമല്ല കുറ്റവിചാരണ നടത്തുന്ന ടീംസ്. നമുക്ക് നമ്മുടെ മുന്നിലുള്ള കിട്ടുന്ന വാർത്തകളൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ പറയാം ഇവരെ ഭാഗത്താണ് ശരി, ഇവരെ ഭാഗത്താണ് തെറ്റെന്നൊക്കെ. പക്ഷേ കേസ്, അതിൻ്റെ നിയമം, അതിൻ്റേതായ ഇൻവെസ്റ്റിഗേഷനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോകും. അപ്പോൾ അതാണ് ഫൈനലൈസ് ചെയ്യേണ്ടത്. ആരാണ് കുറ്റക്കാരൻ, എന്താണ് സംഗതി എന്ന്. അപ്പോൾ ഓരോ തെളിവുകൾ ഇങ്ങനെ വരും. അല്ലാണ്ട് ആൾക്കാർ ഇതാണിത് എന്ന് പറഞ്ഞിട്ട് ഒരു സമൂഹത്തിൻ്റെ ഒരു തെളിവെടുപ്പ് അങ്ങനെയല്ലല്ലോ ചെയ്യുക. പിന്നെ എന്തിനാണ് ഈ കേസും പോലീസ് സ്റ്റേഷൻ, പോലീസുകാർ ഇൻവെസ്റ്റിഗേഷനൊക്കെ? പിന്നെ എന്തിനാ? അങ്ങനെ നാട്ടുകാർ ഡിറ്റക്റ്റീവായിട്ട് വന്നാൽ പോരെ. അപ്പോൾ ക്യാഷ് ആയിട്ട് മാത്രം എടുത്തതോ? വിത്തൗട്ട് ബാങ്ക് അക്കൗണ്ട് ക്യാഷ് ആയിട്ടും അടിച്ചു മാറ്റിയില്ലേ? ഒരു സാഹചര്യമാണ്. കാരണം ഈ നികുതി വെട്ടിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ അക്കൗണ്ടിലേക്ക് സ്ഥാപനത്തിൽ ആ കുടുംബത്തിനെതിരെ ചെളി വാരി എറിയുകയും കള്ളികൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്ത എല്ലാവരും പശ്ചാത്തപിക്കുക. പേരിൽ വരുന്ന
വരുമാനം അല്ലെങ്കിൽ പണമിടപാടുകൾ അത് തങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റി ഇടാൻ നിർദ്ദേശം നൽകിയത് കൃഷ്ണകുമാറും ദീപ്. വേറൊരു കമൻറ്റാണ് സുബു മോഹൻ. ഹെൽമറ്റ് വെക്കാത്തതിന് ഫൈൻ അടയ്ക്കാൻ സാധിക്കാത്തതിന് എൻ്റെ ഒരു ബന്ധുവിനെ അർദ്ധരാത്രി വീട് വളഞ്ഞു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ബന്ധുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതാണ് കേരള പോലീസ് സാധാരണക്കാരെ കൈകാര്യം ചെയ്യുന്ന രീതിയെന്ന്. അപ്പോൾ ഈ കാശെടുത്ത ടീംസ് സാധാരണക്കാരല്ല എന്നാണ് പറഞ്ഞു വരുന്നത് എന്ന നിലപാടിലായിരുന്നു ഇവർ. അപ്പോഴാണ് കൃഷ്ണകുമാർ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണവുമായി രംഗത്തെത്തിയത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പണം മാറ്റി മറ്റൊരു അക്കൗണ്ടിലേക്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിഡ്രോ ചെയ്ത് ഏതെങ്കിലും സമയത്ത് നൽകിയതിന്റെ തെളിവുകളുണ്ടെങ്കിൽ ഹാജരാക്കട്ടെ. എന്ത് നിർണായകം, ക്യാഷ് തട്ടിയെടുത്തുവെന്ന് അവളുമാർ തന്നെ സമ്മതിക്കുന്ന വീഡിയോ ആദ്യമേ പോലീസിന് കൊടുത്തതല്ലേ? എന്നിട്ട് അതെടുത്ത് കോണത്തിൽ വെച്ച് ആ കാട്ടപരാധികളുടെ വാക്കും കേട്ട് കള്ളക്കേസ് എടുത്ത് കോടതി അവധി ദിവസം തന്നെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് ആ കുടുംബത്തെ മുഴുവൻ അഴിക്കുള്ളിലാക്കി ദ്രോഹിക്കാൻ മ്യൂസിയം പോലീസ് ഒത്തുകളി നടത്തിയതല്ലേ? കമൻ്റാണ് കേട്ടോ. 3 കള്ളികൾ എവിടെ? പിന്നെന്താ, സാലറി 3 ആൾക്കും കൂടെ 5 ലക്ഷം ആയാലും ബാക്കിയുണ്ടല്ലോ 61 ലക്ഷം. എന്തൊക്കെയായിരുന്നു കുറേ ആൾക്കാർ ഒരു വർഷം 67 ലക്ഷം വരുമാനം ഉണ്ടാകുമോ എന്നൊക്കെ ആ കുട്ടിയുടെ അവസ്ഥ നന്നായി മുതലെടുത്തു എന്ന് അവർ ഈ ആരോപണം ഉന്നയിച്ചവരെ വെല്ലുവിളിക്കുകയായിരുന്നു. അതിനിടയിലാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വലിയ തുറയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. വേറെ കമൻറ്റ് കേട്ടോ, അബൂബക്കർ എത്ര അബൂബക്കർ ഇത് രണ്ട് കൂട്ടുകാരെ വിളിച്ചിട്ട് ശരിക്കും ചോദ്യം ചെയ്യണം. കാരണം 66 ലക്ഷം രൂപ ദിവസങ്ങൾ മാസങ്ങൾ ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത് അത് കൃഷ്ണൻ ദിയ അറിഞ്ഞില്ലേ? അത് ശരിക്കും അന്വേഷിക്കണമെന്ന് എൻ്റെ ഒരു സംശയമാണ്. ഇത്രയും വലിയ എമൗണ്ട് ഒരാൾക്ക് ഈ 3 പേർക്ക് ക്രെഡിറ്റ് ആവുക എന്ന് പറയുമ്പോൾ അത് അറിഞ്ഞില്ലേ? അതായത് ഓണർക്ക് കിട്ടേണ്ട ഈ കാശ് ഒരു വർഷമായിട്ട് വേറൊരാളുടെ അക്കൗണ്ടിൽ ഇത്രയും വലിയൊരു എമൗണ്ട് കയറണത് അറിഞ്ഞില്ല എന്നാണ് പറയണത്. 66 ലക്ഷം രൂപ. അതിന് താഴെപ്പോഴേക്ക് കുരു പൊക്കിയോ സുടുവെന്നൊക്കെ എന്താപ്പത്. ഇതാണ് ഒരു പൊതുജനാഭിപ്രായത്തിന് ഓപ്പോസിറ്റായിട്ട് നല്ല എന്തെങ്കിലും ന്യായമായ രീതിയിൽ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെ മൊത്തം വേറെ രീതിയിൽ എന്താണ് 66 ലക്ഷം പോയിട്ട് നോട്ടീസ് ചെയ്തില്ലെങ്കിൽ ഹൗ മച്ച് ഇൻകം ദിയ ഈസ് ജനറേറ്റിംഗ് ഫ്രം ദാറ്റ് ബിസിനസ്. 66 ലക്ഷം പോയിട്ടും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എത്രയായിരിക്കും മൊത്തം ബിസിനസ് ഉണ്ടാക്കുന്നുണ്ടാവുകയെന്ന്. എത്തിയത് മാത്രമാണോ വിഡ്രോ ചെയ്തതും ഒരുമിച്ചാണോ നോക്കണം. കുറച്ച് കൂടി വിശദമായി അന്വേഷിക്കണം. വേറെ ആരുടെ സഹായമില്ലാതെ ഇത്രയും പണം തട്ടില്ല. എന്തുകൊണ്ട് ദിയ ഇതൊക്കെ അറിയാൻ വൈകി എന്നുകൂടി അന്വേഷിക്കണം. ഇത് തന്നെ കേട്ടോ എൻ്റെയും പോയിൻ്റ്. എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ്. വേറെ ആരുടെ സഹായമില്ലാതെ ഇത്രയും പണം തട്ടില്ല. എനിക്ക് തന്നെ തോന്നുന്നു. കാരണം ഇത്രയും വലിയ ലക്ഷങ്ങൾ തിരിമറിയുമ്പോൾ ഇവരിത്ര പിടിപാടുള്ള ടീംസാണെന്ന് തോന്നുന്നുണ്ടായിരിക്കും. അതായത് ഈ ചെറിയൊരു സാലറിക്ക്, ചെറുത് സാലറി എന്നല്ല, എന്തായാലും മാക്സിമം ഒരു 15,000 രൂപ പ്രതീക്ഷിക്കാം ഒരു മാസം. പക്ഷേ ഇതിൽ കൃഷ്ണമാറ്റ് പറഞ്ഞു 7,000 രൂപയ്ക്ക് എന്തോ വർക്ക് ചെയ്യണം. 7,000 രൂപയ്ക്ക് ഒരു കടയിൽ വർക്ക് ചെയ്യുക ആരെങ്കിലും? എനിക്കറിയില്ല കേട്ടോ. 10-15 റുപ്യ കിട്ടൂലേ? ഇവിടെ 15,000 രൂപയ്ക്കെന്ന് വേറൊരു വീഡിയോയിലും കണ്ട്. 15,000 രൂപയ്ക്ക് വർക്ക് ചെയ്യണ ടീംസ് ഒരു വർഷം ഒരാൾക്ക് അപ്പോൾ എത്ര രൂപ കിട്ടുന്നുണ്ടാവും? ഇവിടെ 3 പേരും കൂടി 66 ലക്ഷമാണ്. ഈ 66/3 ചെയ്യുമ്പോൾ 22 ലക്ഷം അല്ലേ? 22 ലക്ഷം രൂപ ഒരാൾ ഒരു കൊല്ലത്തിൽ മുക്കിയത് അറിഞ്ഞില്ലേ? 3 പേരും കൂടി 66 ലക്ഷം മുക്കിയത് അറിഞ്ഞില്ല. എന്ത് ട്വിസ്റ്റ്. എവരി വൺ നോസ് ദേ ആർ ദ ക്രിമിനൽസ്. നിങ്ങൾക്ക് ഇപ്പോഴാണോ മനസ്സിലായത് എന്നൊക്കെ. 69 ലക്ഷം തട്ടിയെടുക്കുന്നവരെ പറ്റിച്ചോ എന്ന് പറഞ്ഞ് 9 മാസം നോക്കിയിരുന്നു. അതന്നെയാണ് ഇതന്നെ സാധനം. എവിടെ കാണാനുണ്ട്? 69 ലക്ഷം തട്ടിയെടുക്കുന്നവരെ പറ്റിച്ചോ എന്ന് പറഞ്ഞ് 9 മാസം നോക്കിയിരുന്നു. 9 മാസം എവിടെയായിരുന്നു? കെയർലെസ് ആയതുകൊണ്ടാണ്. ഇറ്റ്സ് പോസിബിൾ എന്ന്. കെയർലെസ് ആയതുകൊണ്ടാണെന്ന്. ബിസിനസ് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ല. ഒരിക്കലും സ്റ്റാഫ്സിനെ ഇങ്ങനെ ഏൽപ്പിച്ച് ആരും നടക്കില്ല. സ്റ്റാഫ്സിനെ നിലക്ക് നിർത്തണം. ഇത് ചേച്ചി അനിയത്തി റിലേഷൻഷിപ്പാണ്. ഗേൾസ് വിൽ ഹാവ് ടു പേ ഹ്യൂജ് പ്രൈസ് ഫോർ ഫോളോയിങ് സം സ്റ്റുപ്പിഡ്സ് അഡ്വൈസ്. ആക്ച്വലി റിയൽ കോൺസ്പിറേറ്റർ വിൽ എസ്കേപ്പ് ഗേൾസ് അധോപതിയോ കള്ളി കമ്മീസ് ദീസ് കേസ് ജസ്റ്റ് ഇൻ ക്രോസ് ചെക്കിംഗ് എംപ്ലോയർ ദിയർ ആൻഡ് എംപ്ലോയീസ്. തിലകിൻ സ്ഫടികത്തിൽ പറഞ്ഞ പോലെ കണക്കറിയാത്തവൻ വെറും ശുംഭൻ, കണക്കറിയാത്ത വമ്പൻ കോർപ്പറേറ്റ് മുതലാളിമാർ പൊട്ടി
ഒത്തുപാട എടുത്തിട്ടുണ്ട്. കൂടെയുള്ള കണക്കറിയുന്നവൻ മുതലാളിയെ പറ്റിച്ച് കോടീശ്വരനായ കഥ ധാരാളം. ഇത് താണ്ട കേരള പോലീസ് എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പുതിയ ഇത്. ബ്രാഞ്ചിൽ ഈ 3 യുവതികളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകളിലൂടെ 2024 ജൂലൈ മാസത്തിനും ഈ വിവാദങ്ങൾ ഉണ്ടായതിനും ഇടയിലുള്ള 11 മാസത്തിനിടയിൽ ഏതാണ്ട് 66 ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിലേക്ക് ഇവ 3 പേരുടെയും കഴിഞ്ഞ 1 വർഷത്തെ ശമ്പളവും കൂടി ഇതേ അക്കൗണ്ടിലാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ QR കോഡ് മാറ്റി സ്ഥാപിച്ച സ്വന്തം അക്കൗണ്ടുകളിലേക്ക് ഇവർ ഈ സ്ഥാപനത്തിന്റെ പേരിലുള്ള എത്രയധികം രൂപ 3 അക്കൗണ്ടുകളിലായി എടുത്തു എന്നതിനെ സംബന്ധിച്ച വ്യക്തത കൈവരാൻ വിശദമായ അന്വേഷണം വേണ്ടിവരും. അത് അത്തരത്തിൽ തന്നെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കൗണ്ടർ കേസ് നൽകിയത് മ്യൂസിയം പോലീസിനായിരുന്നു. ഗുരുതരമായ ആരോപണമായിരുന്നു കൃഷ്ണകുമാറിനെതിരെയും ദിയക്കെതിരെയും ഉന്നയിച്ചത്. തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തി, ജാതീയമായ പരാമർശങ്ങൾ നടത്തി, അധിക്ഷേപിച്ചു തുടങ്ങിയ പരാമർശങ്ങളായിരുന്നു കൃഷ്ണകുമാറിനെതിരെ ഉൾപ്പെടെ ഇവർ ഉന്നയിച്ചത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട മൊഴി വിശദമായി രേഖപ്പെടുത്തുന്നതിന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ഈ 3 പേരോട് പറഞ്ഞെങ്കിലും ഒരാൾ മാത്രമായിരുന്നു ആദ്യം അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായി വിവരങ്ങൾ കൈമാറിയത്. പക്ഷേ മറ്റ് 2 പേരും പലതവണ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്താത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന്. 2 പേരെ കാണാനില്ല, 2 പേര് ഒളിവിലാണ് എന്നാണ് പറയണത്. 2 പേര് സഹകരിച്ചില്ല, ഒളിവിലാണ്. ചില വാർത്തകൾ പറഞ്ഞാൽ ഒളിവിലാണ്, ചില സഹകരിച്ചില്ല, ഒളിവിലാണ്, സഹകരിച്ചില്ല എന്നൊക്കെ. ഒരാൾ സഹകരിക്കേണ്ട ഇത്ര കേസുമായിട്ട്. അപ്പോൾ എന്തായാലും ഇവരെന്നെ സ്പ്ലിറ്റ് ആയില്ലേ 3 പേര് തമ്മിൽ. ഉദ്യോഗസ്ഥർ നേരിട്ട് ഇവരുടെ വീടുകളിൽ എത്തിയത്. പക്ഷേ വീടുകളിൽ ഇവർ ഉണ്ടായിരുന്നില്ല, ഇവരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. പിന്നീട് ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഫോൺ റിങ് ചെയ്യുന്നതൊഴിച്ചാൽ മറ്റു പ്രതികരണങ്ങളൊന്നുമില്ല. പോലീസിന്റെ നിഗമനം ഒരു പക്ഷേ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ, അതായത് ഈ കുറ്റസമ്മതം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇവർ മറ്റെവിടേക്കും മുങ്ങിയിട്ടുണ്ടാകാമെന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ. അപ്പോൾ ഈ 2 ജീവനക്കാർ മാത്രമാണോ ഒളിവിൽ പോയിട്ടുള്ളത് എന്നുള്ള നിഗമനമാണ് പോലീസിനുള്ളത്. അപ്പോൾ അവശേഷിക്കുന്ന ഒരാള് ആ യുവതിയെ വിളിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് ഉടൻ തന്നെ പോലീസ് കടക്കുമോ? ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കുടുംബം ദിയ ഉൾപ്പെടെ ആരോപിച്ചിരുന്ന കാര്യങ്ങൾ വ്യക്തമാക്കുന്ന സാധൂകരിക്കുന്ന തെളിവുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മുതൽ തന്നെ പോലീസിന് ലഭിച്ചു തുടങ്ങിയിരുന്നു. പക്ഷേ ഒരു കാര്യം മാത്രമായിരുന്നു അവർക്ക് ഉറപ്പാക്കാനുണ്ടായിരുന്നത്. അതായത് ഈ പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയിരുന്നു എന്ന കാര്യം നേരത്തെ തന്നെ പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. അത് എപ്പോഴെങ്കിലും വിഡ്രോ ചെയ്ത് കൃഷ്ണകുമാറിന്റെയോ ദിയയുടെയോ അക്കൗണ്ടുകളിലേക്കോ കൈമാറിയിട്ടുണ്ടോ, അങ്ങനെ പണം പിൻവലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതിലായിരുന്നു പ്രധാനമായ പരിശോധന. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇതിനോടകം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയവർ, അതായത് ദിയയും കൃഷ്ണകുമാറിനെയും ഉൾപ്പെടെ സംശയം നിർത്തിക്കൊണ്ട് ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയ ഈ 3 വനിതാ ജീവനക്കാരുടെ നില കൂടുതൽ പരുങ്ങലിലാകുകയാണ്. അവർക്കെതിരെ നിയമപരമായ തുടർ നീക്കങ്ങൾ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതായത് ഗൈസ്, ഉത്തരവാദിത്വ ബോധമില്ലെങ്കിൽ ആൾക്കാരിങ്ങനെ പറ്റിച്ചുകൊണ്ട് പോകും. ഈ പറ്റിച്ച ആളുകൾ പെരും കള്ളികളാണ് അല്ലേ. അവർ ജാതിക്കാട് ഇറക്കി കളിച്ചു, അതുപോലെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് എന്തൊക്കെ കളികൾ കളിച്ചുകൊണ്ടിരിക്കണം. എന്നാലും ഗൈസ്, വേറെ വീഡിയോയിൽ കാണാം. ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇപ്പോൾ ദിയാകൃഷ്ണയുടെ ഭാഗത്ത് തന്നെ കേട്ടോ നമ്മൾ, അതിൽ ഒരു സംശയമില്ല, ദിയാകൃഷ്ണയുടെ ഭാഗത്ത് തന്നെ. മറ്റേത് പെരുങ്കള്ളികൾ അല്ലേ, ഇത്രയും വലിയൊരു എമൗണ്ട് അടിച്ച് മാറ്റാൻ ശ്രമിക്കും. എന്നാലും ഒരു സംശയം ഇങ്ങനെ വരികയാണ്. 1 കൊല്ലമായിട്ട് നമ്മൾ ആദ്യം വിചാരിച്ച 5, 6, 7, 8 അത്ര മാസങ്ങളായിരിക്കും എന്ന് പറഞ്ഞു. 1 കൊല്ലമായിട്ട് ഇത്രയും ലക്ഷങ്ങൾ, 69 ലക്ഷം പോയിട്ട് അറിഞ്ഞില്ലേ? കറണ്ട് പോയിട്ട് ഗൈസ്. അപ്പം ശരി.